ശ്രീ അതികേശവൻ സാറിലേക്ക്. എന്തായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ്, പക്ഷേ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഇത്രയും ഉണ്ടാകുമോ എന്നൊന്നും ആരും കരുതിയിരുന്നില്ല. മധ്യവർഗത്തെ സംബന്ധിച്ചൊരു വലിയ ഒരു നിശ്വാസമല്ല, ഹാവ് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സാധാരണക്കാർ പറയുന്ന ഒരു പ്രഖ്യാപനമാണ് ഇത്തവണത്തേതല്ലേ സാർ? തീർച്ചയായിട്ടും. കാരണം നമ്മളൊന്നും ബഡ്ജറ്റിന് മുമ്പേ ചർച്ചകൾ കുറേ ഞാനും പങ്കെടുത്തു, നിങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അപ്പോൾ പോലും ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലുള്ള ഒരു ഇളവാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ലക്ഷം രൂപ വരെ റിബേറ്റ് 87A എന്തായാലും ഇൻകം ടാക്സ് കമ്മീഷൻ ഉള്ളതുകൊണ്ട് ടാക്സേഷന്റെ വിശദമായ വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ 12 ലക്ഷം വരെയുള്ള ഇൻകം ആദായം നികുതിക്ക് ബാധകമല്ല. സാലറീഡ് ആളാണെന്നുണ്ടെങ്കിൽ 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി കൂട്ടുമ്പോൾ 12.25 ലക്ഷം വരെ നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ക്രയശേഷി ആൾക്കാരുടെ വർദ്ധിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് ഇക്കോണമിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഡിമാൻഡ് വർദ്ധിപ്പിക്കുമ്പോൾ വളർച്ചാ നിരക്ക് കൂടാനുള്ള സാധ്യത നമ്മൾ കണക്കാക്കുന്നു. അപ്പം ഒരു വളർച്ചാ മുരടിപ്പ്, മാന്ദ്യം എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും വളർച്ചാ മുരടിപ്പ് നമ്മുടെ സമ്പദ്ഘടനയിൽ പ്രകടമായിരുന്നു. 7% താഴെയാണ് വളർച്ചാ നിരക്ക് ഈ നടപ്പ് സാമ്പത്തിക വർഷവും ഈവൻ അടുത്ത സാമ്പത്തിക വർഷവും. പക്ഷെ ശരിക്കും നമ്മൾ വികസിത രാജ്യം, വികസിത് ഭാരത് എന്നുള്ള സങ്കല്പത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇക്കണോമിക് സർവേ തന്നെ പറയുന്നുണ്ട് മിനിമം നമുക്ക് വേണ്ട വളർച്ചാ നിരക്ക് 8%. അപ്പോൾ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടിയായിട്ട് വേണം ഈ ഇളവുകളെ നമ്മൾ കാണാൻ. അതിനോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരുപ്പിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവൊന്നും വരുത്തിയിട്ടില്ല. ഏകദേശം 11 ലക്ഷം കോടി സർക്കാർ ചിലവാക്കുന്നു. ധനകമ്മിയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ചർച്ചയിൽ എനിക്കൊന്ന് ദിവീഷോ ആരോ പറഞ്ഞു വളരെ ബാലൻസ്ഡ് ആയിട്ട്, അതെ അതാ അഭിലാഷ് പറഞ്ഞത്, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ട് ഇതിനെ കാണാം. എന്തുകൊണ്ടെന്നാൽ ഇളവുകൾ കൊടുക്കുന്നു. കാർഷിക മേഖലയ്ക്ക് ഇപ്പൊ KCCയുടെ ലോൺ ലിമിറ്റ് സാധാരണ കർഷകന് 3 ലക്ഷം രൂപ വരെ, അതായത് 10 ലക്ഷം രൂപ വായ്പ എടുത്തു. ശരിയാണ് സാർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അല്ലേ, വലിയ തോതിൽ ക്രയവിക്രയം നടത്താൻ നമ്മുടെ കയ്യിൽ വരുന്ന പൈസയെ വിപണിയിലേക്ക് തന്നെ പല വിധത്തിൽ എത്തുന്നു. ആളുകളുടെ വരുമാനത്തെ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തുന്ന ഒരു നിലയായിരിക്കും. ദിവിഷ്, പ്രേക്ഷകർ വിളിക്കുന്നുണ്ട്. ശ്രീ അതികേശവൻ സാറിനോടുള്ള ചോദ്യം തന്നെയാണ്. ശ്രീ ഒരു മുഹമ്മദ് കുഞ്ഞ് കാസർഗോഡ് എന്നും പ്രേക്ഷകനുണ്ട്. ശ്രീ മുഹമ്മദ് കുഞ്ഞ് ചോദിച്ചോളൂ. സാറേ, എന്റെ പേര് മുഹമ്മദ് കുഞ്ഞി ചൌക്കി, ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മൾ പ്രവാസികൾ സാധാരണ സമ്പദ്ഘടനയെ സംരക്ഷിക്കുന്നവരാണ്, നമ്മുടെ നാട്ടിൽ നിലനിർത്തുന്നവരാണ്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രവാസികൾക്ക് വേണ്ടി ഒന്നും കാണുന്നില്ല കേന്ദ്ര സർക്കാരിൽ നിന്ന്. അതോടൊപ്പം NRI, NRO ഈ 2 അക്കൗണ്ടുകളിൽ നിന്ന് NROയിൽ നിന്ന് നമുക്ക് TDS വരാറുണ്ട്. അത് ഗവൺമെന്റ് പിടിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് സാർ പറയുക. തീർച്ചയായും ശ്രീ അതികേശവൻ സാർ, അതായത് ഈ NRA അറിയാമല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അവരെ ഈ ബഡ്ജറ്റിൽ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല എന്ന ഒരു വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊതുവേ ബഡ്ജറ്റിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിനെ വിശദമായി പരിശോധിക്കണം. അതിൻ്റെ ഡേറ്റാസ് വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്താണ് ആ പ്രേക്ഷകൻ ചോദിച്ചതിന് മറുപടി ശ്രീ അതികേശൻ? ഞാൻ ആ NRI നടപടിക്രമങ്ങൾ, ബഡ്ജറ്റിലുള്ള നടപടി അല്ലെങ്കിൽ പൊതുവെയുള്ള സമീപനത്തിനെ കുറിച്ച് പറയാം. ടാക്സിന്റെ കാര്യം എനിക്ക് തോന്നുന്നത് ഇൻകം ടാക്സിന്റെ വിദഗ്ധനായ കമ്മീഷൻ ഉള്ളപ്പോൾ, റിട്ടയർഡ് കമ്മീഷൻ ഉള്ളപ്പോൾ അദ്ദേഹം പറയട്ടെ. NRIക്ക് വേണ്ടി പ്രകടമായിട്ട് ഈ ബഡ്ജറ്റിൽ നടപടിക്രമങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് NRIക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറേ പ്രഖ്യാപനങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ റിസർവ് ബാങ്ക് നടത്തുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ടത് FCNRB ഡെപ്പോസിറ്റ്, അതായത് വിദേശ ഇന്ത്യക്കാർക്ക് നിക്ഷേപിക്കാനായിട്ട് 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, അവരുടെ ഫോറിൻ കറൻസി കൺവേർട്ട് ചെയ്ത് രൂപയിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഫോറിൻ കറൻസിയിൽ തന്നെ ഡെപ്പോസിറ്റ് നിക്ഷേപം ഇന്ത്യൻ ബാങ്കുകളുമായിട്ട് നടത്താം. അതിന് കൊടുക്കാവുന്ന പലിശ നിരക്കിന്റെ പരിധി റിസർവ് ബാങ്ക് വർദ്ധിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതുമൂലം ഈ FCNR ഡെപ്പോസിറ്റ് നമ്മുടെ പ്രേക്ഷകൻ ഇപ്പോൾ ചോദിച്ചു, അദ്ദേഹത്തിനും പരിചയം കാണുമെന്ന് വിശ്വസിക്കുന്നു. FCNRB ഡെപ്പോസിറ്റിന് ബാങ്കുകൾക്ക് കൊടുക്കാവുന്ന പലിശ നിരക്കിന്റെ പരിധി നല്ലവണ്ണം വർദ്ധിപ്പിച്ചത് കാരണം ഈ FCNR ഫോറിൻ കറൻസി ഡെപ്പോസിറ്റ് വേണ്ടുന്ന ബാങ്കുകൾ പലിശ നിരക്കിൽ മാറ്റങ്ങൾ വരുത്തി ഈ വിദേശ ഇന്ത്യക്കാരുടെ നിക്ഷേപത്തിന് ആകർഷകമായ പലിശ കൊടുക്കാനുള്ള സാധ്യത
തെളിയുന്നു. നമ്പർ 1. നമ്പർ 2, പ്രായോഗികമായി ആശങ്ക ഉണ്ടാകും. കാരണം അവരെ സംബന്ധിച്ചോളം അവർ അന്യനാട്ടിൽ പോയി അധ്വാനിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ബജറ്റിനെ സംബന്ധിച്ച വലിയ പ്രതീക്ഷ അവരുടെ ഭാഗം കേട്ടോ എന്നൊക്കെ ഉണ്ടാവുക സ്വാഭാവികമായ ചോദ്യങ്ങളാണ്. നികുതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് തീർച്ചയായും നമ്മൾ പ്രേക്ഷകരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും. ഇപ്പോൾ പി.കെ. വിജയകുമാർ സാറേ, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാലോ. കാരണം നമ്മളൊരു വെൽഫെയർ, ഈ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ അത് വെൽഫെയർ സ്കീമിനെ, നിലവിൽ നടക്കുന്ന വെൽഫെയർ സ്കീമിനെ ബാധിക്കുമോ, അതിലെന്തെങ്കിലും വെട്ടിക്കുറച്ച് കുറവുണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കാര്യമായ ഒരു പ്രതികൂല അവസ്ഥയില്ല. പക്ഷേ നല്ല രീതിയിൽ, എടുത്തു പറയത്തക്ക രീതിയിൽ ആ മധ്യവർഗത്തെ അവർക്ക് ഭാവിയിലേക്ക് സൂചകമാകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ജോസഫ് കോഴഞ്ചേരിയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ജോസഫ്, താങ്കൾക്ക് ചോദിക്കാം. കണക്ട് ചെയ്യാന്ന് പറഞ്ഞത്. ജോസഫ് കേൾക്കാമില്ല, പറഞ്ഞോളൂ. സാറേ നമസ്കാരം, കേൾക്കാം. ചോദിച്ചോളൂ, എന്താണ് സംശയം എന്ന് ചോദിച്ചോളൂ. ഇതിപ്പം 12,70,000 വരെ ആനുവൽ ഇൻകം ഉള്ളവർക്ക് ടാക്സ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതെ. അപ്പൊ എന്റെ ഒരു ഡൗട്ട് വരുന്നത്, ഇപ്പൊ ഒരാൾക്ക് 12,90,000 സാലറി വരുന്നു. അപ്പം നമ്മൾ ആ സ്ലാബ് അനുസരിച്ച് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ലേ? വരും. അതിനെക്കുറിച്ച് അധികേഷൻ സാർ പല സ്ലാബുകളായിട്ടായിരിക്കും അല്ലേ സാർ? ഒന്ന് വിശദീകരിക്കാമോ അദ്ദേഹത്തിനുള്ള ഉത്തരം? അതായത് മറ്റേ ഇൻകം ടാക്സിന് ഒരു കമ്മീഷണറുടെ പേര് പറഞ്ഞല്ലോ, അദ്ദേഹം ലൈനിലുണ്ടോ ഇപ്പോ? അല്ല, അദ്ദേഹം കട്ടായതുകൊണ്ടാണ് ചെയ്യുന്നതേ ഉള്ളൂ അദ്ദേഹം. എനിക്ക് ഈ പ്രേക്ഷകനോട് നേരത്തെ വിളിച്ച നമ്മുടെ സഹോദരനോടും പറയാനുള്ളത്, ടാക്സിനെ സംബന്ധിച്ചിട്ടുള്ള ടെക്നിക്കൽ ഉത്തരങ്ങൾ അദ്ദേഹം പറയുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പൊ 12,90,000 അല്ലെങ്കിൽ 13 ലക്ഷം വരുമാനം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ശരിക്കും സംഭവിക്കുന്നത്, ആ വ്യക്തിയുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് 13 ലക്ഷമാണ്. അപ്പം ഈ 12 ലക്ഷം അല്ലെങ്കിൽ 12,70,000 സാലറീഡ് ആണ്, ആ പരിധിയിൽ വരുന്നില്ല. 13 ലക്ഷമാണ് അല്ലെങ്കിൽ 12,90,000 ആണ് വരുമാനം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 0 to 4 അദ്ദേഹത്തിന് ടാക്സ് ഇല്ല. 4 to 8 5%, 8 to 12 10%, 12% കൂടുതലുള്ള ആ എമൗണ്ടിന് 15%, അങ്ങനെ മൊത്തം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു ഈ വ്യക്തിക്ക്. പറഞ്ഞു വന്നതിന്റെ സാരം, ഈ 12 ലക്ഷം വരെയുള്ള ഇളവ്, ടാക്സ് കൊടുക്കേണ്ട എന്നുള്ള ഇളവ് ആ 12 ലക്ഷം വരെ വരുമാനമുള്ള ആൾക്കാർക്ക് മാത്രമാണ് കിട്ടുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 12,90 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 30 ആയാലും 30 ലക്ഷം ആണെങ്കിൽ 12 ലക്ഷം കഴിഞ്ഞിട്ടല്ല ടാക്സ് കാൽക്കുലേഷൻ തുടങ്ങുന്നത്. ടാക്സ് 4 മുതൽ തന്നെ തുടങ്ങും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കൂടുതൽ വരുമാനമുള്ള ആൾക്കാർക്ക് കൂടുതൽ ടാക്സിന്റെ ഇൻസിഡൻസ് വരികയും 12 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് ടാക്സിന്റെ ബാധ്യത ഒട്ടുമേ ഇല്ലാതാക്കുകയും ചെയ്യുന്ന നടപടിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ശരിയാണ്. എനിക്ക് തോന്നുന്നു ജോസഫ് അദ്ദേഹത്തിന് ബോധ്യമായി കരുതുന്നു.